പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ഇന്ന് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എൻ്റെ മകൻ പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ ഇത് ഇപ്പോൾ ഉടനെ റിലീസാവുകയാണ്. നോക്കിയടാ രോമ എന്നേക്കുന്നത്. നീ ആ കൈങ്ങടെ തന്നെ മോൻ ഇന്ദ്രജിത്ത്, ഗോവർദ്ധൻ. ഞാൻ മോനോട് 2 ദിവസം ഉപയോഗിച്ച് മോനെ ഗോവർദ്ധൻ എന്തൊക്കെയാ മോനെ, ആരാ പുള്ളികളെന്നറിയാം എന്താ അറിയണ ഒന്ന് പറയടാ. ഇന്നൊരു മൂടില്ല, നാളെ ആവട്ടെ. എന്തൊക്കെയാ നീ വല്ലതും കണ്ടുപിടിക്കുന്നുണ്ടോ ഇപ്രാവശ്യം? ഇതാരാ ഒന്നും ചോദിക്കരുത്, എല്ലാം സസ്പെൻസ്. അങ്ങനെ എന്നൊക്കെ പറയും. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീഫൻ നെടുമ്പള്ളിയെ കണ്ടെങ്കിൽ ഇത്തവണ അമ്മയ്ക്ക് ഖുറേഷി എബ്രാഹിമിനെ കാണാം എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരുത്തരും ഭയങ്കര സസ്പെൻസാണ്. ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം. കൂട്ടാൻ പറ്റിയ നന്നായി. ഇനി ഇവൻ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കും. ഞാൻ പറഞ്ഞു ദൈവമേ ഇതെന്ത് ചെയ്യും മക്കൾ പോലും. ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറയാൻ ഒന്നും പറയാറായിട്ടില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. അത് അമ്മ പാവമാണ്, അമ്മൂമ്മയുടെ സ്വഭാവമാണ്. എവിടെങ്കിലും വെച്ച് അമ്മ വിളിച്ചു പോകുമെന്ന് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് പറയട്ടെ. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? ഏതായാലും ഞാൻ പറയാൻ കാര്യം വെച്ചാൽ അവരെല്ലാവരും നല്ലത് പറഞ്ഞു. മമ്മൂട്ടി പിന്നെ എപ്പോഴും അതെ. മമ്മൂട്ടി പിന്നെ എപ്പോഴും അതെ. ഞാൻ തുറന്നു പറയാം. മലയാള സിനിമാ ചരിത്രത്തിൻ്റെ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട 2 വ്യക്തികളാണ് മമ്മൂട്ടി മോഹൻലാലും. അപ്പോൾ അവരെ 2 പേരെയും വെച്ച് എൻ്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തത്. ഇപ്പൊ എന്താ പറഞ്ഞു? മമ്മൂട്ടി മോഹൻലാലും. അപ്പോൾ അവരെ 2 പേരെയും വെച്ച് എൻ്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തത് കേൾക്കുമ്പോൾ എനിക്ക് ഒരു അഭിമാനവും സന്തോഷവും ഒക്കെയാണ്. ഇതിപ്പോ ചോദിക്കാനൊന്നും പോണ്ട, ചോദിച്ചവ സമ്മതിക്കേയില്ല. അവരെ 2 പേരെയും വെച്ച് എൻ്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തത് കേൾക്കുമ്പോൾ എനിക്ക് ഒരു അഭിമാനവും സന്തോഷവും ഒക്കെയാണ്. ഇത് അടിപൊളിയാണ്, ഇത് പൊളിക്കും.